മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ രഹസ്യ ക്ഷേത്ര ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന് മാധ്യമപ്രവർത്തകന് മർദ്ദനം. ജനം ടിവിയുടെ ഗുരുവായൂർ പ്രതിനിധി രാജു ഗുരുവായൂരിനാണ് മർദ്ദനമേറ്റത്. പകർത്തിയ ദൃശ്യങ്ങൾ ദേവസ്വം സെക്യൂരിറ്റി അംഗങ്ങൾ നിർബന്ധിച്ച് നീക്കം ചെയ്യിച്ചു. ഇന്ന് വൈകിട്ടാണ് വിവേക് കിരണും കുടുംബാംഗങ്ങളും അതീവ രഹസ്യമായി ഗുരുവായൂരിൽ ദർശനം നടത്തിയത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഒരു ചരിത്ര ദൃശ്യങ്ങളാണ് നശിപ്പിച്ചത്. കൃഷ്ണരാജ്, എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഇന്ന് വൈകിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. ദർശനം അതീവ രഹസ്യമായിട്ടായിരുന്നു. ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണയെയും കുടുംബത്തെയും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഗുരുവായൂരിൽ മുഖ്യമന്ത്രിയുടെ മകൻ എത്തുന്നു എന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ജനം ടിവിയുടെ ഗുരുവായൂർ പ്രതിനിധി രാജു ഗുരുവായൂർ സ്ഥലത്തെത്തുകയും അവിടുന്ന് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ശ്രീവത്സം, അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ശ്രീവത്സത്തിന് സമീപത്ത് നിന്നാണ് രാജു ഗുരുവായൂർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. തുടർന്ന് ഈ വിവേകിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ഇത് ചോദ്യം ചെയ്യുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് ചോദ്യം ചെയ്തതിന്റെ എതിർത്തുകൊണ്ട് രാജു ഗുരുവായൂർ പറയുന്നുണ്ട്, ഇത് തനിക്ക് ഇവിടെ മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത പ്രദേശമാണ്, ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല, ഇവിടെ ആരാണ് വന്നത് എന്താണ് ചെയ്യുന്നതെന്നൊന്നുമല്ല, ഇവിടെ വന്നതിന്റെ ദൃശ്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ മകൻ ഇവിടെ എത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും വാർത്താ പ്രാധാന്യമുള്ള വിഷയമാണ്, അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിന് തൊട്ടു പിന്നാലെ ഇതിൽ കലുഷിതരായിട്ടുള്ള, ഇതിൽ വിറളി പൂണ്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ ചാടി ഇടപെടുകയും ഈ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഫോണിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഈ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും രാജു ഗുരുവായൂർ അതിന് തയ്യാറായിട്ടില്ല. ഇത് തന്റെ റൈറ്റ്സിൽപ്പെട്ട കാര്യമാണ്, തനിക്കത് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ള സ്ഥലത്ത് നിന്നാണ് ചിത്രങ്ങൾ പകർത്തിയിട്ടുള്ളത്, ഇത് യാതൊരു കാരണവശാലും നീക്കം ചെയ്യില്ല എന്നുള്ള നിലപാട് രാജു ഗുരുവായൂർ സ്വീകരിക്കുകയായിരുന്നു. തുടർന്ന് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട്, ചില ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള കടുത്ത ഇടതുപക്ഷ നിലപാടുകൾ കൈക്കൊള്ളുന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ചുകൊണ്ട് ഈ ഫോണിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായത്. ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ മറ്റു പരാതികളൊന്നും നൽകാതിരുന്നാൽ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാം, സർവീസിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന അടക്കമുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഈ രാജു ഗുരുവായൂരിനെ അവിടെ മർദ്ദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ മകൻ രഹസ്യമായിട്ട് അവിടെ സന്ദർശനം നടത്തുന്നു, അവിടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ നടപടികളും ചെയ്തു കൊടുക്കുന്നത് ദേവസ്വത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. ഇത് പുറത്തു വരരുത് എന്നുള്ളൊരു ആവശ്യമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇത്തരം ദൃശ്യങ്ങൾ ഈ സമയത്ത് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് ചില ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് ഇത് നീക്കം ചെയ്യിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വിവരം, മുഖ്യമന്ത്രിയുടെ മകന്റെ സന്ദർശന വിവരം അതീവ രഹസ്യമാക്കി തന്നെ നടത്തുന്നു. പോലീസിലെയും സ്പെഷ്യൽ ബ്രാഞ്ചിലെയും അതേപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ അനുഭാവികളുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂരിൽ ദർശനം നടത്തിയത്. ഈ രാജു ഗുരുവായൂർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. അതായത് രാജു ഗുരുവായൂരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഏതായാലും പിണറായിയുടെ മകൻ അവിടെ ദർശനത്തിന് എത്തുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിൻ്റെ ഗുരുവായൂർ രഹസ്യ ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് മാധ്യമപ്രവർത്തകനായ ജനം ടിവിയുടെ ഗുരുവായൂർ പ്രതിനിധി രാജു ഗുരുവായൂരിന് മർദ്ദനമേറ്റ്. രാജു ഗുരുവായൂർ ഒപ്പം ചേരുന്നുണ്ട്. രാജു ഗുരുവായൂർ, എന്താണ് ഉണ്ടായത്? ഇന്ന് ഏകദേശം 6-6:15 നേരത്താണ് സംഭവിക്കുന്നത്. പിണറായി വിജയന്റെ മകനും അതുപോലെ തന്നെ അവരുടെ കുടുംബവും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, ക്ഷേത്ര ദർശനത്തിന് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഉടനെ തന്നെ ക്ഷേത്രത്തിൽ എത്തുകയും അതിനെ നോക്കിയപ്പോ ഈ ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ അവിടേക്ക് എത്തി. അവിടെ എത്തിയപ്പോ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഇവര് ഒരു വാച്ച്മാൻ ഉണ്ട്, സുമേഷ് എന്ന് പറഞ്ഞ ഒരു വാച്ച്മാൻ ഉണ്ട്. ആ വാച്ച്മാനും ഇദ്ദേഹം കൂടിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ ഗുരുവായൂർ കേശവന്റെ താഴെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഉടനെ തന്നെ ആ വിഷ്വൽ ചിത്രീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് എല്ലാവരും ഒരുമിച്ച് ഈ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു പോകുന്ന വിഷ്വലും ഞാൻ ചിത്രീകരിച്ചു. അത് സാധാരണ ഏത് VIP വന്നാലും നമ്മൾ അത്തരത്തിൽ തന്നെയാണ് വിഷ്വൽ ചിത്രീകരിക്കാറുള്ളത്. അതനുസരിച്ച് നമ്മൾ ചിത്രീകരിച്ച ശേഷം ഇവര് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇവരുടെ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം കൂടി ഓടി വന്നു, എന്റെ ചേച്ചിക്ക് വന്നു. എന്റെ അടുത്ത് വന്നിട്ട്
എന്നോട് പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എടുത്ത വീഡിയോ മുഴുവൻ ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തിനാന്ന് ചോദിച്ചു. അത് ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിഷ്വൽ എടുത്തത് എന്റെ ഒരു പ്രൊഫഷണലാണ്, ഞാൻ ഇവിടുത്തെ റിപ്പോർട്ടറാണ്. അപ്പൊ ആ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ VIP വരുമ്പോൾ നമ്മൾ ചിത്രീകരിക്കും, അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചിത്രീകരിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ ഉടനെ പറഞ്ഞു ഇത് VIP അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിണറായി വിജയന്റെ മകൻ എനിക്ക് VIP ആണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു. അതെന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്, അത് കാരണമാണ് ഞാൻ ചിത്രീകരിച്ചത് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അത് പറ്റില്ല എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാനായിട്ട് വന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഫോൺ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, കൂടെയുള്ള ആൾ പറഞ്ഞു നിങ്ങളത് ഡെലിറ്റ് ചെയ്യാണ്ട് ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ അതിന്റെ അകത്തുനിന്ന് 1-2 ആളുകൾ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പന്തികേടാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ഞാൻ അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന വഴി ഇയാളും പിന്നാലെ കൂടി. ഈ ഇവരുടെ കൂടെ വന്ന ഒരാളുണ്ട്, അദ്ദേഹം എന്റെ പിന്നാലെ കൂടി. അയാൾ ഷർട്ട് ഇട്ടിട്ടൊന്നുമില്ല, അയാള് ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പൊ അയാളും കൂടെ പിന്നാലെ വന്ന് റോഡിലെത്തിയപ്പോ ഇയാൾ എന്റെ പിറകിൽ കയറി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു ദേഹത്ത് തൊടരുതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു താൻ അത് ഡെലിറ്റ് ചെയ്യാണ്ട് ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡെലിറ്റ് ചെയ്യില്ല, വാർത്ത കൊടുക്കാതിരിക്കുക അത് വേറെ വിഷയം, പക്ഷെ നിങ്ങളിങ്ങനെ ഗുണ്ടായിസം കാട്ടിയിട്ട് ഞാൻ ഡെലിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഇയാൾ എന്നെ പിടിച്ചിട്ട് അയാൾ എന്നെ തെക്കേ നട വരെ അങ്ങനെ തന്നെ കൊണ്ടുപോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മേൽപ്പത്തൂരിന്റെ അവിടേക്ക് പോകാതെ റൈറ്റ് തിരിഞ്ഞു അങ്ങോട്ട് പോകുമ്പോണ്ട് അവിടെ ഈ നേരത്തെ ഇവര് തമ്മിൽ ഫോട്ടോ എടുത്ത വ്യക്തി, അതായത് സുമേഷ് വാച്ച്മാനാണ്, ക്ഷേത്രത്തിന്റെ അകത്തുള്ള ഒരു കാവൽക്കാരനാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടുന്ന് വരുമ്പോ ഇയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇവൻ ഡെലിറ്റ് ചെയ്യണില്ല, ഇവനെ പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവനും കൂടെ എന്നെ അങ്ങോട്ട് ബന്ധവസാക്കി എന്റെ കഴുത്തിൽ പിടിച്ച് തള്ളലും അങ്ങോട്ട് തള്ളലും പ്രശ്നങ്ങളായി. അപ്പോഴേക്കും വിടില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടപ്പോ ഒരാള് വന്നിട്ട് ആരും എന്നെ അറിയുന്ന ഒരാളാണെന്നുകൊണ്ട് അയാൾ പറഞ്ഞു അയാളൊരു മാധ്യമ പ്രവർത്തനല്ലേ, നിങ്ങൾ എന്തിനാ അയാളെ ഇങ്ങനെട്ട് കുഴപ്പാക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു ആളോട് പറഞ്ഞു ഇതാണ് സംഭവം, പിണറായി വിജയന്റെ മകൻ വന്നിട്ടുണ്ട്, അവരുടെ വീഡിയോ ഞാൻ എടുത്തു, അത് ഡെലിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ ഗുണ്ടായിസം മുഴുവൻ കാണിക്കണേന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആള് പറഞ്ഞു അല്ല ആളെ വീട് എന്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ച് ഇങ്ങനെ ആളുകളൊക്കെ കൂടി, കുറെ ആളുകളുണ്ട്, അതൊക്കെ കൂടി അങ്ങനെ നിൽക്കുമ്പോഴേക്കും അഡ്മിനിസ്ട്രേറ്റർ എന്നെ വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തു. അപ്പൊ രാജു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു രാജു ഇപ്പൊ എവിടെയുള്ളതെന്ന് ചോദിച്ചു. എന്നെ അതേ ഇവിടെ പിടിച്ച് തടങ്കലിൽ വെച്ചിരിക്കുകയാണ്, ഇവിടെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ മുമ്പിൽ വരെ എത്തിച്ചു എന്നെ അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു രാജു അവിടെ നിൽക്കുക, ഞാനിപ്പോ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. ഉടനെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ട് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് എന്തുണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവൻ എന്നെ തടഞ്ഞു നിർത്തേണ്ട ഒരു കാര്യമില്ല, വാർത്ത കൊടുക്കാതിരിക്കപ്പോ ചെയർമാൻ അല്ലെ അഡ്മിനിസ്ട്രേറ്റർ വിളിച്ച് പറയാണ് വാർത്ത കൊടുക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൂല, വേണ്ട, അവര് ഒരു പ്രൈവറ്റ് സന്ദർശനമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് വാർത്ത കൊടുക്കുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്ത കൊടുക്കൂല. പക്ഷെ അതിനെ ഇത്രയും ഗുണ്ടായിസങ്ങൾ കാണിക്കണ്ടല്ലോ. ഉടനെ അഡ്മിനിസ്ട്രേറ്റർ എന്നെ വിളിച്ച് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു അത് ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡെലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിറ്റ് ചെയ്യാം, വാർത്ത കൊടുക്കണമെങ്കിൽ ഡെലിറ്റ് ചെയ്യാം, പക്ഷെ അത് സാറ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ നല്ല ടേംസിലല്ലേ, എല്ലാവരുമായിട്ട് നല്ല ടേംസിലാണ് മാധ്യമപ്രവർത്തകർ, അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമ്മൾ അത് ഡെലിറ്റ് ചെയ്തോ, അത് വാർത്ത വരണ്ട എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം, എനിക്കിതായോ ഫോൺ എന്ന് പറഞ്ഞു. ആൾ എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു, ആള് തന്നെ ഫുള്ള് ഡെലിറ്റ് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഉണ്ടായ സംഭവം. അല്ല, അത് ഈ ക്ഷേത്ര ദർശനം ഇങ്ങനെ രഹസ്യമായി നടത്തുന്നത് എന്തിനാണ്? രഹസ്യ സന്ദർശനം പിണറായി വിജയന്റെ മകനായതുകൊണ്ടാണല്ലോ. കമ്മ്യൂണിസം പറയുകയും മറുവശത്ത് ക്ഷേത്രാരാധനയ്ക്ക് പോവുകയും അവിടുത്തെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രഹസ്യമായിട്ട് എന്തിനാണ്? അങ്ങനെ ദൃശ്യങ്ങൾ പകർത്തിയാൽ അതിലെന്താണ് കുഴപ്പം? ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ. ഒരുപക്ഷെ പിണറായി വിജയന്റെ മകനെന്നറിയാത്തവരുണ്ടാകാം. എങ്കിൽ പോലും VIP ദർശനത്തിന് എത്തുമ്പോൾ അത് പുറം ലോകം അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഇങ്ങനെ ഒളിച്ച് കണ്ണനെ കണ്ട് തൊഴുതു മടങ്ങുന്നതിൽ എന്ത് അന്തസ്സാണുള്ളത്? അതിനൊക്കെ അപ്പുറം ആ ക്ഷേത്രത്തിൻ്റെ, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ് രാജു ഗുരുവായൂരെന്ന് എനിക്കറിയാം, രാജു ഗുരുവായൂരിനെ അറിയുന്നവർക്കും അറിയാം. അതുകൊണ്ട് സ്വാഭാവികമായി അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള
ഒരു കടന്നുകയറ്റമായി നമ്മൾ ഇതിനെ ഉറപ്പിക്കണം, അല്ലേ രാജു? തീർച്ചയായും സാധാരണ നമ്മൾ VIP വന്നു കഴിഞ്ഞാൽ വളരെ സുഗമമായി ക്ഷേത്രത്തിന്, കാരണം ക്ഷേത്രത്തിന്റെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ റൈറ്റ് ഇല്ല. കാരണം ഹൈക്കോടതി നിർദ്ദേശമുള്ളതുകൊണ്ട് നമ്മൾ ആരും തന്നെ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള വിഷലൊന്നും നമ്മൾ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ഷേത്രം കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതായത് ക്ഷേത്രത്തിന്റെ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ വിഷലെടുക്കാൻ ശ്രമിച്ചത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മാത്രമേ മാധ്യമപ്രവർത്തനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രമാണ് രഹസ്യമായിട്ട് ഇദ്ദേഹം വന്നത്. പോലീസുകാർ പോലും എന്നോട് ചോദിച്ചത് രാജു എങ്ങനെ അറിഞ്ഞു, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അത്രയും സീക്രട്ട് ആയിട്ടുള്ള കാര്യം നമ്മൾ അധികം രഹസ്യമായിട്ട് നമുക്ക് ആ വിഷലെടുക്കണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ പോകുന്നതും ചിത്രീകരിക്കുന്നതും. പക്ഷെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. കാരണം നമ്മളവിടെ എല്ലാവരും അറിയുന്നതാണ്. ഈ പറഞ്ഞ വാച്ച്മാൻ പോലും എന്നെ അറിയുന്ന ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഇന്ന ആളാണ്, വാർത്ത എടുക്കാൻ വേണ്ടി വന്ന ആളാണെന്നൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും മനഃപൂർവ്വം നമ്മളെ അത്രയും ദാഷ്ട്യത്തോടു കൂടി പിടിച്ചു വെച്ച് ഇത്തരം കാര്യങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കയ്യേറ്റം തന്നെയാണ്. അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം കൃഷ്ണരാജ്. ശരി, ഏതായാലും രാജു ഗുരുവായൂരിന് അഭിനന്ദനങ്ങൾ. ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനും അത് ബലം പ്രയോഗിച്ച് ആ ഫോൺ വാങ്ങി എത്രയോ സമയമെടുത്തു രാജുവിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങാൻ അവരെല്ലാവരും ചേർന്ന്. ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തുവെങ്കിലും നടന്ന സംഭവം കൃത്യമായി അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ രാജു ഗുരുവായൂർ. ഏതായാലും മുഖ്യമന്ത്രി ഇനി എന്ത് മറുപടി പറയും എന്നറിയാൻ ആകാംക്ഷയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കുകയാണ് ചെയ്യുക ഇത്തരം സന്ദർഭങ്ങളിലെന്ന് ചരിത്രം കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടികളുടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം വിവാദ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ നിശബ്ദമായി മാറി നിൽക്കുകയോ അമർഷത്തോടെ പെരുമാറുകയോ ഉത്തരം നൽകാതിരിക്കുകയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതിരിക്കുകയോ ഒക്കെയാണ് അദ്ദേഹം ചെയ്യാറ്. ഏതായാലും എല്ലാ പ്രേക്ഷകരും കേൾക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ രഹസ്യ ക്ഷേത്ര ദർശനം ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകന് മർദ്ദനമേറ്റു. ജനം ടിവിയുടെ ഗുരുവായൂർ പ്രതിനിധി രാജു ഗുരുവായൂരിനാണ് മർദ്ദനമേറ്റത്. പകർത്തിയ ദൃശ്യങ്ങൾ ഏറെ പണിപ്പെട്ട് ബലം പ്രയോഗിച്ച് ദേവസ്വം സെക്യൂരിറ്റി അംഗങ്ങൾ നീക്കം ചെയ്യിപ്പിച്ചു എന്നാണ്. എന്തിനാണ് ഇങ്ങനെ ഒളിച്ചുപോയി ഗുരുവായൂരിൽ കണ്ണനെ തൊഴുന്നത്? പരസ്യമായി എല്ലാവരും അറിയട്ടെ എന്നേ വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.